വചനത്തിൽ നിന്ന് വേഗത്തിൽ സംസാരിച്ച് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുക. ഇന്ന് രാവിലെ കാലം വായിച്ച സങ്കീർത്തനം 139 സങ്കീർത്തനം ദൈവം നമുക്ക് സംസാരിക്കുവാൻ കേൾക്കുവാൻ തക്കണം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് രാവിലെ കാലം 139 സങ്കീർത്തനത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുന്നു എന്നത് കേൾക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് If you're happy that you're excited to learn from Psalms 139 and the Lord is going to speak to us from that portion. 24 വാക്യങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം രാവിലെ കാലം ദൈവത്തിന്റെ വചനത്തിൽ അതിൽ ആദ്യത്തെ 6 വാക്കുകളിൽ നിന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. That psalm consists of 24 verses, but I'm going to concentrate on the first 6. അതിന്റെ ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്നത് സംഗീത പ്രമാണിക്ക് ദാവീദിന്റെ ഒരു സങ്കീർത്തനം എന്നാണ്. The title of the psalm goes for the choir director, a psalm of David. ചില ബൈബിളുകൾ, അതായത് സ്റ്റഡി ബൈബിളുകളാണെങ്കിൽ അതിന് മുകളിൽ ദൈവത്തിന്റെ സർവ്വവ്യാപിത്വം അല്ലെങ്കിൽ സർവ്വജ്ഞാനം തുടങ്ങിയ ചില ഹെഡിങ്ങുകൾ കൂടി കാണാൻ സാധിക്കും. There are a few more other headings if you are using a few other versions of the Bible. If you're using a study Bible, you would see the Almighty God mentioned about that. അപ്പോൾ ദാവീദ് ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. ദൈവത്തിന്റെ സർവ്വവ്യാപിത്വത്തെ പറ്റി അല്ലെങ്കിൽ ദൈവത്തിന്റെ സർവ്വജ്ഞാനം, അവൻ സകലവും അറിയുന്ന ദൈവമാണ് എന്നുള്ള വലിയൊരു തിയോളജിയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നാണ് പല സ്കോളേഴ്സും പറയുന്നത്. In Psalms 139, a lot of scholars comment that David talks about the Almighty God, foreknowing God, his whole knowledge about things. ശരിയാണ്. നമ്മൾ അതിന്റെ സങ്കീർത്തനത്തിന്റെ പല ഭാഗങ്ങൾ ഇങ്ങനെ താഴോട്ടായിട്ട് വായിച്ചു വരുമ്പോൾ അതൊരു വലിയ തിയോളജിക്കൽ ടേംസിനെ നമുക്ക് വെച്ചിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ വലിയ രീതിയിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന ഒരു സങ്കീർത്തനമാണത്. It is a well structured psalm with a lot of theological terms, and each term has an in-depth meaning to each phrase that is mentioned there. പക്ഷേ എഴുതിയത് ഒരു തിയോളജൻ അല്ല, മറിച്ച് ആരാണ്? ദാവീദാണ് എഴുതിയത്. But the fact that we need to remember here is that David was not a theologian. He was a shepherd and then became a king who is writing the psalm. ആമേൻ. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിലും പിന്നെ എടുത്ത് പറഞ്ഞത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ഒരു ആട്ടിടയനായിരുന്ന, എന്നാൽ ആട്ടിടയന്റെ സ്ഥാനത്ത് നിന്നും രാജാവായി ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായി ദൈവം എഴുന്നേൽപ്പിച്ച ഒരു വ്യക്തി എന്റെ ദൈവത്തെ പറ്റി, താൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ പറ്റി പാടുവാൻ വേണ്ടി, ആലയത്തിനകത്ത് സ്തുതിക്കുവാൻ വേണ്ടി എഴുതിയ ഒരു സങ്കീർത്തനമാണ് 139 സങ്കീർത്തനം. From being a shepherd boy, the Lord raised him as a king, the second king of Israel, to praise that God who uplifted him. He is structuring the psalm. He is singing this unto God. ആമേൻ. പഠിതാക്കൾ പറയുന്നത് ഇത് എഴുതപ്പെട്ടത് ദാവീദ് രാജാക്കന്മാർ ശൗലും തന്റെ മകന്റെ മുന്നിൽ നിന്നും ഓടി രക്ഷയ്ക്കായി ഒളിച്ചു നിന്നിരുന്ന സമയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കാം. ഇതിനകത്ത് ഏത് സമയത്ത് എഴുതിയിരുന്ന വ്യക്തത ഇല്ലെങ്കിലും അതിലേതെങ്കിലും ഒരു സമയത്ത് എഴുതിയിരിക്കുന്നതാകാം എന്ന് പറയുന്നതാണ് എന്നാണ് പഠിതാക്കൾ പറയുന്നത്. Bible scholars clearly does not mention exact timeline or a duration when this psalm was scripted. നോക്കണേ, രാജാവ് ആട്ടിടയനായിരുന്ന ആള് രാജാവാക്കി സ്ഥാനത്തിരിക്കാൻ പറ്റാതെ ഓടിക്കൊണ്ടിരിക്കുന്ന മേഖലയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുതുന്ന ഒരു പുസ്തകം. This psalm is written when he is running away from his son. He cannot continue in his leadership, being hidden, but he is giving thanks to the Lord and he is writing the psalm. അതെങ്ങനെ ചെയ്യാൻ സാധിക്കും? How can you write that? ആമേൻ. നോക്കണേ, സുരക്ഷിതത്വമില്ല, എപ്പോ വേണമെങ്കിലും പിടിക്കപ്പെടാം, എപ്പോ വേണമെങ്കിലും കൊല്ലപ്പെടാം. പക്ഷേ എഴുതുന്നതെല്ലാം എൻ്റെ ദൈവം സർവജ്ഞാനിയാണ്, സകലവും അറിയുന്ന ദൈവമാണെന്ന് ആൾക്കാർക്ക് പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം എഴുതി വെക്കുന്ന ഒരു സങ്കീർത്തനം. He is not in a secure place. He is not within his comfort zone. He is running away from certain things. He may be caught at any point of time, but he still does not cease to praise God. How is that extraordinary step possible? He is deciding to praise and worship God. അഭിഷേകം തലയ്ക്കകത്ത് വീണ് കഴിഞ്ഞാൽ, ആമേൻ, അഭിഷേകം തലയ്ക്കകത്ത് വീണ് കഴിഞ്ഞാൽ കയറിപ്പോകുന്ന അവസ്ഥ ഏത് തന്നെയാണെങ്കിലും ദൈവത്തെ പറ്റി സ്തുതിക്കുവാൻ അല്ലാതെ പരാതി പറയുവാൻ ആർക്ക് കഴിയത്തില്ല. അഭിഷേകം വേണ ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കത്തില്ല. A man who is anointed will never stop ceasing from God, no matter what his situation or circumstance may look like. He will praise God without ceasing because he has got the anointing from the Lord. ആമേൻ, ആമേൻ. അഭിഷേകം ഇല്ലാത്തവര് പലപ്പോഴും ആൾക്കാരെ കൊല്ലാൻ വരെ പോകുന്ന എക്സ്റ്റെൻഡ് വരെ പോകുമ്പോൾ അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ സമാധാനത്തോടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും. When there are people who are not anointed and who does not understand about this, go even an extra further step to even murder people out of vengeance. A person who is anointed by the Lord never ceases to praise God. ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ പരാതി പറച്ചിലാണോ
അവൻ ദൈവത്തെക്കുറിച്ചുള്ള സ്തുതിയുടെ വാക്കുകളാണോ നാവിൽ വരുന്നത് എന്ന് പകൽക്കാലം ഒരു തവണ കൂടി നമുക്ക് ആലോചിച്ച് നോക്കാം. Amen. It is our time to introspect when we have problems and situations coming up in our lives. Are we complaining to God or are we lifting our praise unto God? അവൻ ഇന്ന് പകൽക്കാലം ഞാൻ അവൻ മൊത്തത്തിൽ എടുത്ത് തിയോളജി പരമായിട്ട് അങ്ങനെ പോകാനല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് അവൻ ഈ അഭിഷേകം വീണ അവൻ പ്രശ്നത്തിൽ കൂടി കടന്നു പോകയിട്ടും അവൻ ദൈവത്തെ പറ്റി അവൻ നല്ലത് മാത്രം പറയാനുള്ള ദാവീദ് എന്താണ് പറയുന്നത് എന്ന് പകൽക്കാലം നമുക്ക് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. I don't want to get into the theological depths of this 24 verses, but I want to bring to you the perspective of the anointed man of God. Even when he was going through times of problems, he decided to praise God. ആമേൻ. രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അവൻ ഇന്ന് അവൻ മെയിൻ ആയിട്ട് ഞാൻ സംസാരിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നത്. We're only getting into two main things that I want to share or remind to the church this morning. സങ്കീർത്തനത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യത്തെ 6 വാക്യത്തിനകത്ത് ആമേൻ ദാവീദ് ഇങ്ങനെ എഴുതുന്ന, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണങ്ങൾ നീ അങ്ങനെ തുടങ്ങി ആമേൻ എന്റേത് ഞാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ആമേൻ കാര്യങ്ങൾ ഏകദേശം 13 തവണയോളം ആമേൻ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. ആമേൻ ആദ്യത്തെ 6 വാക്കുകളിൽ കാണാൻ സാധിക്കും. In verse 1 to 6 we understand about David, who is telling, Lord, you examine me, you know my thoughts, you. He's using those terms around 13 times in those 6 verses. എഴുതിയിരിക്കുന്നത് ആലയത്തിനകത്ത് പാടാൻ വേണ്ടിയിട്ടാണ്. This is written so that you can worship in the temple. ഒറ്റയ്ക്ക് പാടുന്ന പരിപാടിയല്ല, അവൻ ഒരുമിച്ച് വന്നു നിന്ന് പാടുന്നതാണ്. Not just for David alone. He's writing this to the choir director there so that they can come together as a congregation and lift this psalm. പക്ഷെ അവിടെ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്നതിന് പകരമായിട്ട് ദാവീദിന് പറയാനുള്ളത് അവൻ പേഴ്സണലായി ഇൻഡിവിജ്വലായി പ്രവർത്തിക്കുന്ന ദൈവത്തെ പറ്റിയിട്ടാണ്. Amen. Instead of devising or structuring those verses as us or our, he knows our thoughts or us in a plural statement. David goes on to make sure that he's personally dealing and talking about that God. Amen. ഇത് ഏറെ അവൻ ഒരു കൂട്ടമായിട്ടുള്ള ഒന്നിനേക്കാൾ ഉപരിയായി ദാവീദിന് പറയാനുള്ളത് വ്യക്തിപരമായി തന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ പറ്റിയിട്ടാണ്. Amen. More than he talking about a God who moves in a congregation or within a group of people, he is emphasizing on how the Lord deals us personally in an intimate level. നോക്കണേ അവിടെ എന്തൊക്കെ എഴുതിയിരിക്കുന്നു, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. Oh, he is writing in the first verse, you have examined my heart and know everything about me. അവൻ മലയാളത്തിൽ ശോധന എന്ന് എഴുതിയിരിക്കുന്ന വചനം പരിശോധന അല്ലെങ്കിൽ ശോധനയൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഒരു പക്ഷേ യഥാർത്ഥ വാക്കിൽ നിന്ന് ഹീബ്രു അർത്ഥത്തിൽ നിന്ന് ഒരു പക്ഷേ നമ്മളെ ഒന്ന് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. There are especially in the Malayalam context there may be chances for that term particularly used to deviate from the exact root word in the root language of the word. കേവലം നമ്മളിതിന് പുതിയ നിയമത്തിനകത്തൊക്കെ പരിശോധനയുടെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വരുമ്പോൾ സ്വർണം തീക്കകത്തോട് കയറ്റി ഇറക്കി ക്വാളിറ്റി ഉള്ളതാക്കുന്നത് പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ ദാവീദ് ഉപയോഗിക്കുന്ന പദം വ്യക്തമായി പറഞ്ഞാൽ ദൈവം തന്നെ അന്വേഷിച്ച് താഴേക്ക് ഇറങ്ങി വന്ന് അവനെ കണ്ടെത്തിയിരിക്കുന്നു. David is clearly trying to portray a God who is carefully coming in search of him, examining his heart, knowing everything about him. Amen. അവനെ അന്വേഷിച്ച് ഇറങ്ങി വന്ന ഒരു ദൈവം. He is talking about a God who came in search of him. ആമേൻ. 12 ഗോത്രങ്ങളിൽ നിന്ന് തന്റെ ഗോത്രത്തിലേക്ക് വന്ന് ആ ഗോത്രത്തിനകത്ത് അനേകം ഫാമിലീസ് ഉണ്ടായിട്ടും കുടുംബങ്ങൾ ഉണ്ടായിട്ടും അതിനകത്ത് നിന്ന് പർട്ടിക്കുലറായി തന്റെ കുടുംബത്തിനകത്ത് തന്നെ വന്ന് സഹോദരങ്ങൾ അനവധി ഉണ്ടായിട്ടും അതിനകത്ത് നിന്ന് തന്നെ മാത്രം സെലക്ട് ചെയ്ത പർട്ടിക്കുലറായി അവന് വേണ്ടി മാത്രം ഇറങ്ങി വന്ന ഒരു ദൈവത്തെയാണ് എന്ത് ചെയ്യുന്നത് ദാവീദ് പറയുന്നത്. Even though there were other tribes and other clans and families, and even though he had better brothers among his family too, he is talking about a God who came in search of him and know him, who came and lifted him up. Amen. ഇന്ന് പകൽക്കാലം നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ പപ്പേനെയോ മമ്മീനെയോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെയോ നമ്മുടെ കുടുംബത്തെ ദൈവം കണ്ടതുകൊണ്ട് മാത്രമാണോ, അതോ വ്യക്തിപരമായി എന്നെയും നിന്നെയും എന്റെ ദൈവം കണ്ടതുകൊണ്ടാണോ ഇന്ന് പകൽക്കാല ആരാധനാലയത്തിനകത്തിരിക്കുന്നത്? Amen. This morning come to a realization or understand, is it just because the Lord remembered our parents, our families, or their prayers alone, or did he come in search of you alone, you as a whole, as a person? നോക്കണേ, ആലയത്തിനകത്ത് ഇത് പാടുമ്പോൾ അവർ സന്തോഷത്തോടെ പറയാ, ഞങ്ങൾ ഗ്രൂപ്പായി
ഇസ്രായേലിനെ എന്റെ ദൈവം, ഇസ്രായേലിന്റെ ദൈവമായവൻ ഞങ്ങളെ ഒരുമിച്ച് മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നെന്ന് മാത്രമല്ല, ഞങ്ങളെ ഇൻഡിവിജ്വലായി ഓരോരുത്തരായി ഞങ്ങൾക്ക് അവൻ വലിയവൻ ഞങ്ങൾക്ക് ചെയ്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ ആലയത്തിനകത്ത് വന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. When they gathered together in memory or to worship the God who delivered them from Egypt, at the same time they are making sure that there is a God who came in search of us individually, personally, and delivered us and saved us from our times of trouble. വേഗത്തിൽ പോകാം. അവൻ അന്വേഷിച്ചു വന്നത് മാത്രമല്ല, രണ്ട്, അവൻ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ആരറിയുന്നു? ദൈവം അറിയുന്നു. Not just he searched me and known me, he knows my sitting and my standing up. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്റെ എല്ലാ ആക്ഷനും എന്റെ എല്ലാ പ്രവൃത്തിയും എന്റെ ദൈവത്തിന്റെ മുൻപാകെ ഇരിക്കുന്നു. That simply means whatever I do, all my actions are simply right in front of my God. മൂന്നാമത്, എന്റെ നിരൂപണങ്ങൾ, എന്റെ തോട്ട്സ് അവൻ ദൂരത്തു നിന്ന് അറിയുന്നു. It is clearly written, he discerns our thoughts from afar. ദൂരം എന്ന് പറയുമ്പോൾ അത് കേവലം ഫിസിക്കൽ, ഭൗതികമായ ദൂരത്തെ മാത്രമല്ല, ക്രോണോളജിക്കൽ, ദൂര സമയത്തിനകത്തു നിന്നുള്ള ദൂരത്തിൽ നിന്ന് പോലും എന്റെ ചിന്തകളെ വ്യക്തമായി അറിയുന്ന ദൈവം. It is not just a physical or a mere geographical distance that David is talking about. He is also talking about a chronological time afar. He knows my past and my present and my future. മൂന്ന്, നാല്, നടപ്പും കിടപ്പും ശോധന ചെയ്യുന്ന ദൈവം. He knows even where I travel and when I rest. എന്റെ വഴികളൊക്കെയും മനസ്സിലാക്കിയിരിക്കുന്ന ദൈവം. He knows all my ways. അത് കഴിഞ്ഞിട്ട് അവൻ അറിയാതെ ഒരു വാക്ക് പോലും എന്റെ നാവിന്മേലില്ല. അവൻ എന്തു ചെയ്തു? മുൻപും പിൻപും എന്നെ അടച്ചിരിക്കുന്നു. Amen. I have nothing else and he goes and before me and he goes following me. Amen. മുൻപും പിൻപും അടച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മിലിറ്ററി ടേമാണ്. When we talk about before and behind, it is a military usage that we use. ഒരു രാജാവ് മറ്റൊരു രാജ്യത്തെ കീഴടക്കാൻ പോകുമ്പോൾ അവൻ ചുറ്റും വളയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് ഇനി മറ്റുള്ള കീഴടക്കാൻ പോകുന്ന രാജാവിന് അവൻ ഒന്നും ചെയ്യുവാൻ തന്നെ ബാക്കിയില്ല. അവൻ സ്വയമായി സമർപ്പിക്കുക എന്നല്ലാതെ അതിനകത്ത് എന്താ ചെയ്യാനില്ല, അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യുവാനില്ലാത്തൊരു സാഹചര്യം വരുന്നൊരു സാഹചര്യം. When a king goes into conquering another land or a neighboring city, he is completely guarded by forces on his front and his back. But when they get into the enemy's fort, the other king has only one option to do, just to surrender, because he cannot attack this king. ദാവീദിന് ഈ പദം അറിയാത്ത വ്യക്തിയല്ല. David is not a man who does not understand this context. ഒരു വ്യത്യാസമുണ്ട്. അവൻ ഒരിക്കലും എന്ത് സാഹചര്യത്തിൽ നിന്നിട്ടില്ല. കീഴടങ്ങേണ്ടി വരുന്ന ഒരു രാജാവിന്റെ സ്ഥാനത്ത് ആരും നിന്നിട്ടില്ല. ദാവീദ് നിന്നിട്ടില്ല. But in his rulership or in his leadership, he has never gotten into a place where he has to surrender to several other kings who has come to attack them. പക്ഷേ ഒരു രാജാവിനെ കീഴടക്കുവാൻ മറ്റൊരു രാജാവ് നിൽക്കുമ്പോൾ അവൻ അകത്തു നിൽക്കുന്നവന്റെ ഭയം, അവനുള്ളിൽ ഉണ്ടാവുന്ന ഭയത്തെ പറ്റി വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആര്? ദാവീദ്. But David is completely aware of the state of surrenderance that the other king will go through when he is being attacked or he's gotten to a place where he has only option to completely surrender. പക്ഷേ ഇത് പറഞ്ഞിട്ട് ആറാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നത് അതെനിക്ക് അത്യന്തം അത്ഭുതമായിരിക്കുന്നു. Amen. And in verse 6, after knowing and saying all this, he is saying his knowledge is so wonderful to me and great for me to understand. ഇതെന്നെ പേടിപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, ഇതെന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. Amen. He is saying it is not putting me to a place of fear, but it is leaving me awestruck. It is too wonderful for me. ഇതെന്നെ സങ്കടപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്നെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. It is not putting me into a place of depression or sorrow, but it is so high that I cannot attain and I am so wonderstruck. അതെങ്ങനെ പറയാൻ പറ്റും? ഈ ഒരു രാജാവ് കീഴടങ്ങുന്നതിനെ പറ്റി വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിക്ക് അതെങ്ങനെ പറയാൻ സാധിക്കും? A king who clearly knows about how another king would surrender, with that mentality of surrenders, who understands it clearly, how can he say that it is so wonderful to him? ഇസ്രായേലിന് ദൈവം രാജാവിനെ കൊടുത്തത് അവരെന്ത് ചെയ്തുകൊണ്ടാ? ചോദിച്ചതുകൊണ്ടാ. ജനം ചോദിച്ചതുകൊണ്ടാണ് ഇസ്രായേലിന് ആര് ദൈവം എന്തിനു കൊടുത്തത്? രാജാവിനെ കൊടുത്തത്. The Lord granted a king over Israel because it was the cry or the request of the people of Israel.
പക്ഷേ ദൈവം പറഞ്ഞിട്ടുണ്ട് എന്താ? ആമേൻ, സദാകാലത്തേക്കും ഇസ്രായേലിന്റെ രാജാവ് ആരായിരിക്കും? ഞാനായിരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. But God himself has proclaimed that I am the king, or I will be reigning over Israel. ഇവിടെ നോക്കണേ, രാജാവായ വേറൊരു വ്യക്തി വന്നിട്ട് പറയുക, അവൻ ദൈവം രാജാവായവൻ എന്നെ മുൻപും പിൻപും അടച്ചിരിക്കുന്നു, ഇനി എനിക്ക് എന്തില്ല? അതോറിറ്റി ഇല്ല. അവൻ രാജാവായിട്ടുള്ള ഒരു അതോറിറ്റി ഇല്ല. ഞാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇസ്രായേലിന്റെ രാജാവ് ദൈവം മാത്രമാ. Amen. He is clearly portraying that picture that King God Almighty has covered me front and back, and I have nothing in my authority to do. It is I am just surrendering under the reign of the Almighty God. ആമേൻ. ശൗല് തോറ്റുപോയിടത്ത് അവന് ദാവീദിന് ജയിക്കുവാൻ കഴിഞ്ഞത് ഈ ഒരു വെളിപ്പാട് അവനുള്ളിൽ കയറിയതുകൊണ്ടാണ്. Amen. The only reason why David could succeed where Saul was defeated, or he could not move forward, was only because he knew this deep revelation about the Almighty God and his reign. അവൻ തന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ വിളി, അവൻ അത് എന്തിനു വീണത് ആണ് എന്ന് വ്യക്തമായ ഒരു ഐഡിയ ആർക്കുണ്ടായിരുന്നു? അവൻ ദാവീദിനുണ്ടായിരുന്നു. David clearly knew why he was anointed and what was the call behind the anointing that he received from God. അത് എവിടുന്ന് വന്നു? From where did he receive അവൻ that? തന്റെ മേൽ കിടക്കുന്ന അഭിഷേകം, അവൻ ദൈവത്തെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാട്, വ്യക്തമായ വെളിപ്പാട് ദാവീദിന് കൊടുത്തപ്പോ അവൻ തന്റെ ശുശ്രൂഷയെ പറ്റി, അവൻ തന്റെ മേൽ കിടക്കുന്ന വിളിയെ പറ്റി, തന്റെ മേൽ കിടക്കുന്ന അവൻ ദൈവത്തിന്റെ ഉദ്ദേശത്തെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാട് കൂടി ആർക്ക് ലഭിച്ചു? ദാവീദിന് ലഭിച്ചു. When the anointing fell upon David's head, he clearly received the calling for his life. He clearly received the purpose for his life. He clearly knew why that anointing was entrusted to him in that life. അവൻ ഇന്ന് ഞായറാഴ്ച പകൽക്കാലം അവൻ എന്റെ ജീവിതത്തിൽ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വ്യക്തത വന്നിട്ടില്ലാത്തത് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. അവൻ അഭിഷേകത്തിൽ കൂടി ഇന്ന് പകൽക്കാലം എന്നെ ഒന്ന് തിരിച്ചറിയുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, അവൻ നിന്റെ വിളിയെ പറ്റി, അവൻ നിന്നെ കുറിച്ച്, നിന്റെ ജീവിതത്തിൽ എന്റെ ഉദ്ദേശത്തെ പറ്റി വ്യക്തമായി നിന്നോട് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. Amen. If there is anybody who is contemplating or trying to understand or get a clear picture of what your calling looks like, what your purpose looks like, get into that place of anointing that the Lord has poured upon your heart. That will give you a clear perspective on whom you are called and what your purpose is. Amen. ഞാൻ വേഗത്തിൽ പോയിട്ട് 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അവൻ ഒന്നാമത്തെ കാര്യം നമ്മൾ സംസാരിച്ചത് വ്യക്തിപരമായി. 2, അവൻ നോക്കണേ, അവിടെ അവൻ ദാവീദ് അവൻ എഴുതുമ്പോൾ ഹീബ്രു ലിറ്ററേച്ചറിനകത്ത് അവൻ എഴുതുമ്പോൾ കുറച്ച് എംഫാറ്റിക് ഫ്രേസസ് യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ എംഫാറ്റിക് ഫ്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്ത് നമ്മൾ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സബ്ജക്ട് വെർബ് ഒബ്ജക്ട് എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹീബ്രുവിനകത്ത് അവൻ യൂസ് ചെയ്യുന്നത് വെർബ് ആദ്യം വരും, പിന്നീട് സബ്ജക്ട് ഒബ്ജക്ട് അങ്ങനെ വരുന്ന ഒരു രീതിയാണുള്ളത്. In English, when we construct a word, we use subject, verb and object, but in Hebrew it is used as a verb, object and then the subject. പക്ഷെ ചില സമയങ്ങളിൽ എഴുത്തുകാരന്മാര് ഈ സബ്ജക്റ്റിനെ എടുത്ത് ഫ്രണ്ടിലോട്ട് കൊണ്ടിടും. But at sometimes in Hebrew we see some people constructing their sentence with the subject first. അവിടെ ക്രിയയല്ല അവർക്ക് പ്രധാനം, അവർക്ക് മുന്നിൽ നിൽക്കുന്ന സബ്ജക്റ്റ് ആണ് പ്രധാനം. For them at that point it is not the importance of the verb or the action, it is about the subject matter on that sentence. ദാവീദ് ഇവിടെ എംഫാറ്റിക് ഒരു പ്ലേസ്മെന്റിനകത്ത് കൊണ്ടുവന്ന് വെക്കുന്നത് ദൈവത്തെയാ. It is similar to that. David is making his sentences or constructing his words is giving priority to I, God. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. God, you have examined my heart, O Lord. അവൻ അങ്ങനെ താഴോട്ട് വരുമ്പോൾ അവിടെ എല്ലാം ഒരു എംഫാറ്റിക് ഒരു യൂസേജ് ദൈവത്തിന് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. There we see an emphatic usage used on those verses where he is emphasizing on God himself. അങ്ങനെ വരുമ്പോൾ അതിനൊരു ബെറ്റർ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ദൈവമേ, നീ മാത്രം എന്നെ അറിഞ്ഞിരിക്കുന്നു. And here we can clearly give a better understanding to that. Lord, you alone know everything about me. നീ മാത്രം എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. You alone have examined my heart and knows everything about me. നീ മാത്രം എന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. Lord, you alone have come in search of me. നീ മാത്രം ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നു. Lord, you alone know when I sit and when I rise. നീ മാത്രം എന്റെ കിടപ്പും എല്ലാം ശോധന ചെയ്ത് അറിയുന്നു. Lord, you alone know when I travel and when I rest. നീ മാത്രം എന്റെ മുൻപും പിൻപും അടച്ചിരിക്കുന്നു. Lord, you alone go before me and comes behind me.
അതെന്തായിരിക്കും ദാവീദ് അങ്ങനെ ഒരു എംഫാറ്റിക്കിനകത്ത് ദൈവമേ നീ മാത്രം എന്ന് വീണ്ടും വീണ്ടും പറയുന്നതിന് കാരണം എന്തായിരിക്കും? What would be the reason behind David again and again emphasizing, Lord, you alone? നോക്കണേ, നമ്മൾ പറഞ്ഞു ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ജീവന് വേണ്ടിയിട്ട് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകളുമായി ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ദാവീദ് എഴുതുന്നത്. We understood that David is running with his life in his hand to escape from some people. ദാവീദ് മാത്രമല്ല പോകുന്നത്, ദാവീദിന്റെ കൂടെ ആരുണ്ട്? ഒരു കൂട്ടം ആൾക്കാരുമുണ്ട്. David is not running alone, but he is fleeing alone with his company of people. അവനെ അന്വേഷിച്ച് എന്ത് വരുന്നുണ്ട്? ഇസ്രായേലിന്റെ രാജാവിന്റെ സൈന്യം പുറകിൽ വരുന്നുണ്ട്. The entire army of the king of Israel is following him or chasing him down. അവന്റെ കൂടെ യുദ്ധത്തിൽ നിന്ന് പലരും ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് തന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, തന്റെ പുറകെ അറ്റാക്ക് ചെയ്യാൻ പുറകെ വന്നുകൊണ്ടിരിക്കുക. A lot of people who stood with him in the initial stages have joined the other party and they're coming against him in search of him. ദാവീദ് എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് അറിയുന്നവര്, David who clearly knows how to wage a war. ദാവീദ് എങ്ങനെ നടക്കും, എപ്പോൾ കിടക്കും, എങ്ങനെ എഴുന്നേക്കും, എങ്ങനെ പ്രവർത്തിക്കും എന്ന് വ്യക്തമായി അറിയുന്നവര്, those people who are very well aware of how David would act, how David would walk, or what would David's initial strategy be. കുടുംബത്തിനകത്ത് തന്നെയുള്ള ഒരു മകൻ പോലും ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ, even his own son is on the other side. ദാവീദ് പറയുക, എന്നെ അന്വേഷിച്ചു വരുന്നത് എന്റെ മകനല്ല, എന്നെ അന്വേഷിച്ചു വരുന്നത് എന്റെ ശത്രുവല്ല, എന്നെ അന്വേഷിച്ചു വരുന്നത് സർവശക്തനായ ദൈവം മാത്രമാ. In that clear context, David is reassuring and telling to himself and saying that there is only one person who is coming in search of me. It is God Almighty. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം പറയട്ടെ, ശത്രു എന്നെ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ ദാവീദ് പറയുക, അല്ല, എന്നെ പിന്തുടരാൻ, ശത്രു എന്നെ പിന്തുടരുവാൻ എന്റെ ദൈവം അനുവദിക്കില്ല. എന്നെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടെങ്കിൽ അതെന്റെ ദൈവം തന്നെയായിരിക്കും. When all of his circumstances and situation calls out and put him in a place where his enemy is in search of him, when his enemy is chasing him down, when his enemy knows everything about him, David is reassuring and saying, it is only God who knows my ways, it is only God who comes in search of me, it is only God who understands me. അവൻ കൂടെയുള്ളവർ പറയാ, നിന്റെ ഇരിപ്പും കിടപ്പും, നീ എപ്പോ ഇരിക്കും, നീ എപ്പോ എഴുന്നേൽക്കും എന്ന് വ്യക്തമായി അറിയുന്നവര് നിന്നെ അന്വേഷിച്ചു വരുമ്പോൾ എന്ന് പറയുമ്പോൾ ദാവീദ് പറയുക, അവർക്ക് അറിയത്തില്ല, എന്റെ ദൈവത്തിന് മാത്രമേ ഞാൻ ഇരിക്കുന്നതും ഞാൻ കിടക്കുന്നതും അറിയത്തുള്ളൂ. When the other people are in full of confidence thinking they know everything about David, David is rest assured in the Lord that it is only he, God Almighty, who knows him in and out. നിന്റെ വഴി അറിയുന്നവര്, നീ എവിടെ നിന്ന് അടുത്തത് എങ്ങോട്ട് പോകും, ഇവിടെ ഒളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത് എങ്ങോട്ട് പോകുമെന്ന് വ്യക്തമായി അറിയുന്നവർ നിന്റെ പുറകെ വരുന്നുവെന്ന് അവന്റെ കൂടെ നിൽക്കുന്നവർ പരാതിയായി പറയുമ്പോൾ ദാവീദ് പറയുക, എന്റെ വഴി അറിയുന്നത് അവൻ ഒരുവൻ മാത്രമുള്ളത്, എന്റെ ദൈവം മാത്രമാ. Amen. When his enemies would think he hides in so and so place and then he flees off to the other place where he knows or how he would move, but David is reassuring that it is only God who knows my ways. അവൻ പലവട്ടം താൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം മുഴുവനായി വളഞ്ഞിരിക്കാൻ, മുമ്പും പിൻപുമായി ശത്രു സൈന്യം അടച്ചിരിക്കാം. പക്ഷേ അതിന്റെ മധ്യത്തിൽ ദാവീദ് പറയുക, എന്നെ മുൻപും പിൻപുമായി അടയ്ക്കുന്നത് എന്റെ ദൈവം മാത്രമാ. എന്റെ ശത്രുവിനെ അത് ചെയ്യുവാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. Amen. Even when the entire force of the enemy would encapsulate him and put him into a place of surrenderance, he is rest assured that it is only God who goes behind me, it is only God who goes before me. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ സാധിക്കും, എന്നെ നന്നായി അറിയുന്നത്, എന്റെ ശത്രുവിന് എന്നെ പറ്റി അറിയുവാൻ വിട്ടുകൊടുക്കാതെ എന്നെ മുന്നും പിന്നുമായി അടയ്ക്കുന്നത്, എന്നെ വ്യക്തമായി സംസാരിക്കുന്നത്, എന്നോട് വ്യക്തമായി സംസാരിക്കുന്നത്, എന്നെ വ്യക്തമായി അറിയുന്നത് എന്റെ ദൈവം മാത്രമാണെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? How many of you can say there is a God who protects me in and out from the sight of my enemy? He is the only one who goes before me and behind me. അതുകൊണ്ട് 19 തൊട്ട് താഴോട്ട് കുറച്ച് പ്രാർത്ഥനകൾ പോലെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കണമെന്നൊക്കെ ദൈവത്തോട് പറഞ്ഞിട്ട് 23-24 ദാവീദ് പിന്നെ ഒരു 4 പ്രാർത്ഥനയോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്, ദൈവമേ എന്നെ ശോധന ചെയ്ത് അറിയണമേ. From the following verses, he comes down to another 2 more prayers. He is saying, search me, O God, and know my heart. Amen. എന്റെ ഹൃദയത്തെ അറിയണമേ. Amen. Lord, know my heart. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. Test me and know my thoughts, Lord. അവൻ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. The final verse he is saying, see if there are any grievous way in me and lead me in the way of the everlasting. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കുക. Amen.
this way. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആമേൻ ദൈവത്തിന് അറിയുവാൻ തക്കവണ്ണം ദൈവത്തിന് എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുന്നതായിരിക്കും ആമേൻ എന്ത് നല്ലത് ആമേൻ നമുക്ക് നല്ലത്. Amen. It is always better and advisable for us as a child of God to be exposed to God, to let God search and examine all the aspects of our life. ആമേൻ ആമേൻ ആമേൻ. എന്റെ ദൈവം ആമേൻ ദൈവത്തിന് മുൻപാകെ ഞാൻ എക്സ്പോസ്ഡ് ആണെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എന്റെ ദൈവം അവൻ ശത്രുവിനെ എന്റെ അടുക്കൽ പോലും വരുവാൻ സമ്മതിക്കത്തില്ല. Amen. If I am open to God and if the Lord is able to search me and try me, I am sure that there is a protection, hand of protection over my life that the Lord has declared. അവൻ ജീവന് പോലും ആമേൻ ആമേൻ അവൻ ജീവന് പോലും ആമേൻ 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 നിൽക്കുന്ന മേഖലകളിൽ ആമേൻ അതിന് മുന്നിൽ പോലും നിന്നുകൊണ്ട് ഇല്ല, ഞാൻ അവൻ ത്രെട്ടിലല്ല, എന്നെ നന്നായി അറിയുന്നത് അവൻ ശത്രു അല്ല, ശത്രുവിന് എന്റെ വഴികളെ അറിയത്തില്ല, ശത്രു എന്റെ നടപ്പിനെ അറിയത്തില്ല, എന്നെ പറ്റി നന്നായി അറിയുന്നത് എന്റെ ദൈവം മാത്രമാണെന്ന് പറയത്തക്ക തരത്തിൽ ഒരു അഭിഷേകം അവൻ സഭയ്ക്കകത്ത് വ്യക്തി ജീവിതങ്ങൾക്കകത്ത് ഇന്ന് പകൽക്കാലം ദൈവം തരുമാറാകട്ടെ. Even when he is at the verge of surrendering, when his enemy is all around him and all over him, he is so confident that the Lord will cover me and protect me. May the Lord guide us with the same level of confidence to live a life under his covering and under his protection. പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ പറ്റുമോ? അപ്പാ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. How many of you will pray together with me? Lord, test me and try me. എന്റെ ജീവിതത്തിലെ കുറവുകളെ അപ്പാ നീ ശോധന ചെയ്ത് അറിയണമേ. Lord, try me and search within me for any grievous ways. അവൻ ശത്രുവിന്റെ കരങ്ങളിൽ കൊടുക്കല്ലേ അപ്പാ. Lord, do not let me into the hands of my enemy. അവൻ എന്റെ ജീവിതത്തിനകത്ത് അവൻ കുറവുകളുണ്ടെങ്കിൽ, എന്റെ ജീവിതത്തിനകത്ത് അവൻ പ്രയാസങ്ങൾ അവൻ ഉണ്ടെങ്കിൽ അവൻ ശോധന ചെയ്ത് ഇന്ന് പകൽക്കാലം എന്നെ ഒന്നുകൂടി അറിയണമേ. Oh Lord, if there are ways that you don't like or which are displeasing to God, Lord, test me and try me and show me those paths. കാരണം നീ എന്നെ അറിയുന്ന ദൈവമാ. Because you are a God who knows me. എന്നെ മാത്രം അന്വേഷിച്ചു വന്ന ദൈവമാ. You are a God who comes in search of me alone. അവൻ നീ മാത്രമേ എന്നെ അന്വേഷിച്ചു വരികയുള്ളൂ. You are the one who comes alone in search of me. പകൽക്കാലം അവൻ ഈ ഒരു വചനത്താൽ ദൈവം നമ്മളെ ഏവരെയും ധൈര്യപ്പെടുത്തട്ടെ. അടുത്ത ഒരാഴ്ചക്കാലം ജീവിക്കാനുള്ള ദൈവത്തിന്റെ ശക്തി വചനത്തിൽ നൽകി തരട്ടെ. സംസാരിക്കാൻ അവസരം നൽകി തന്നതോർ ദൈവത്തിന്റെ ദാസനും സഭയ്ക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. May the Lord bless you with these words, and I thank the pastor for this wonderful opportunity. Praise the Lord.